ചേട്ടനൊരു കഥ കേട്ടിട്ടുണ്ടോ? ചക്ക വീണ് മൊയില് ചത്ത കഥ. അതേ, ഒരിക്കലേ മൊയില് ചത്തിട്ടുള്ളൂ. എപ്പോഴും ചക്ക വീണ് മൊയില് ചാവൂന്ന് കരുതുന്നത് മണ്ടത്തരല്ലേ ജഗ? മോനെ, ഈ വക അഭ്യാസമൊന്നും ഇനി പന്തനയോട് വേണ്ട. കയ്യിൽ വെച്ചിരുന്നാ മതി ഇതൊക്കെ. അപ്പോ ഈ പല്ലി ഇവിടെ കിടക്കട്ടെ. ഇവിടെ ഇവിടെ ഇവിടെ. അയ്യോ അയ്യോ. നിന്നെ കണി കണ്ടാൽ തന്നെ ആ ദിവസം തീർന്നു. എന്റെ ഈശ്വര, നട്ടല്ലേ. ഭൂദേവി, നിന്നോടല്ലേ പറഞ്ഞത് ആ റിംഗ് ടോൺ മാറ്റാൻ? ആ പാട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ശരിയാ. മാധവേട്ടന്റെ ശബ്ദമല്ലേ കേട്ടത്? ഉണ്ണിയപ്പത്തിന് വേണ്ടി മക്കളോട് പോലും കടിപിടി കൂടുന്ന ആളാ പാവം മാധവേട്ടൻ. ഇന്ന് രാത്രി തന്നെ ഉണ്ണിയപ്പം കഴിക്കണമെന്നല്ലേ പറഞ്ഞത്? എവിടെയെങ്ങും മാധവേട്ടൻ വന്നിട്ടില്ല. പക്ഷേ മനസ്സും ശബ്ദവും പറന്നിങ്ങെത്തി. കൊതിയൻ. മാധവേട്ട, ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു തരേണ്ടത് ഭാര്യാധർമ്മമാണല്ലോ. ഞാൻ മാധവേട്ടന് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാം, പോരെ? നമ്മുടെ ഭാവിക്ക് ഗുണം ചെയ്യുന്ന കാര്യമാ. ഭാവിക്ക് ഗുണം ചെയ്യുന്ന കാര്യോ? അങ്ങനൊരു കാര്യം നിന്റെ നാവിന്ന് കേൾക്കാൻ കൊതിയാവുക. ഇനി അത് കേട്ടിട്ട് തന്നെ ബാക്കി കാര്യം പറയ്. എന്റെ കോളേജ് മേറ്റ് രൂപേഷ് ഇന്നെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോവാത്ര. എക്കണോമിക്സിൽ റാങ്കോടെ പാസ്സായവനാ. ബിസിനസ് രംഗത്തേക്കുള്ള അവന്റെ ടാലന്റ് ഞങ്ങളൊക്കെ അന്നേ മനസ്സിലാക്കിയതാ. അവൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും അത് സക്സസ് ആയിരിക്കും. അങ്ങനെയാ ചുണയുള്ള ആമ്പിള്ളാര്. അല്ലാതെ നിന്നെ പോലെ സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്ന് പറഞ്ഞ് കിട്ടിയ പണം മുഴുവൻ തൊലച്ച് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവരല്ല. ഉണ്ണിയപ്പ പ്രിയനാ മാധവേട്ടൻ, ഗണപതി ഭഗവാനെ പോലെ. ചന്ദ്രികയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പം അത് കഴിക്കണമെന്ന് മാധവേട്ടൻ വല്ലാതെ കൊതിക്കുന്നുണ്ടാവും. ഭാര്യയ്ക്ക് വിവാഹ വാർഷിക സമ്മാനം എത്തിക്കാൻ രാത്രി വന്നയാളാ മാധവേട്ടൻ. അതിന്റെ പ്രത്യുപകാരമായി ഇന്ന് രാത്രി തന്നെ ഉണ്ണിയപ്പം മാധവേട്ടന്റെ കയ്യിലെത്തിക്കണം. ഫ്രണ്ടിന്റെ കാര്യം കേക്കട്ടെ. പാർട്ട്ണർഷിപ്പില് ബിസിനസ് ആരംഭിക്കാനാ അവന്റെ ഒരു തീരുമാനം.
അവനൊരു പാർട്ട്ണർ വേണമെന്ന്. എന്നോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്താ പറഞ്ഞു? ബിസിനസ്സിലുള്ള എന്റെ ക്രേസ് ഹരിതമോൾക്ക് അറിയാമല്ലോ. എനിക്ക് വളരെ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ബിസിനസ് തുടങ്ങാനുള്ള പകുതി പണം ഞാൻ കൊടുക്കണം. എത്ര വേണ്ടി വരും? ഒരു 10 ലക്ഷം രൂപ. ബിസിനസ് തുടങ്ങിയ 3 മാസത്തിനകം 10 ലക്ഷം രൂപയും പലിശയും സഹിതം രണ്ടുപേർക്കും വരുമാനം ഉണ്ടാകുന്ന അവൻ പറഞ്ഞു. നീ എന്നെ വിടാതെ കറങ്ങി തിരിഞ്ഞ് പുറകെ കൂടിയപ്പോഴേ ഉടായ്പിന്റെ മണം അടിച്ചതാ. നാണോ ഇല്ലടാ നിനക്ക്? ഒരു വീടെടുക്കാൻ വേണ്ടി ലക്ഷങ്ങളാ അച്ഛൻ മുടക്കിയിരിക്കുന്നെ. മുടിയനായ മരുമകൻ അങ്ങനെയെങ്കിലും നന്നായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാ അച്ഛൻ. നന്നാവാനുള്ള വഴിയാ ഞാൻ പറഞ്ഞത്. അതിന് 10 ലക്ഷം രൂപ കൂടി നിനക്ക് കാണിക്കാൻ അർപ്പിക്കണോ? നടക്കില്ല മനോജൻ. അച്ഛന്റെ കയ്യിൽ നിന്ന് ചില്ലി പൈസ പോലും കിട്ടില്ല.